ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് മാസം 1-ാം തീയതി. ഇന്നത്തെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടതാണ്. മെയ് മാസം 1-ാം തീയതി സ്വർലോക റാണിയുടെ തിരുനാളായിട്ട് നമുക്ക് മനസ്സിൽ ആഘോഷിക്കാം. ഇന്നു മുതൽ വണക്കമാസം തുടങ്ങുകയാണല്ലോ. ഞാൻ ഇന്നലെ സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ടൊക്കെ എടുക്കാൻ ഡോക്ടർമാരുടെ അഭിപ്രായം അറിയാനും ഇന്നലെ പോയിരുന്നു. പ്രിയ കൂട്ടുകാരെ, മാതാവും ഉണ്ണീശോയും തിയോഫിലച്ചൻ്റെ പ്രത്യേക മാധ്യസ്ഥവും സെയിൻറ്റ് ആൻ്റണിയുടെ മാധ്യസ്ഥവും അതിനോടൊപ്പം തന്നെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന മക്കളുടെ അപേക്ഷയും ഒക്കെ കേട്ടിട്ടാകണം ഇങ്ങനെയൊരു റിസൾട്ട് എനിക്ക് ഡോക്ടറുടെ കയ്യിൽ നിന്നും കേൾക്കേണ്ടി വന്നത്. അങ്ങനെ ആമാശയത്തിൻ്റെ ആ കുടലിൽ വീണ്ടും എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പരിശുദ്ധ അമ്മ ഇടപെട്ടതാണ് വേളാങ്കണ്ണി മാതാവ് എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തിയോഫിലസിനോട് ഞാൻ പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. രോഗം മാറാനല്ല കേട്ടോ, ആത്മാക്കളെ നേടാനുള്ള കൃപ തരണമേ എന്ന്. എന്തായാലും ഡോക്ടർ പറഞ്ഞ കാര്യം, ഇനി 6 മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് റിസൾട്ടായിട്ട് വന്നാൽ മതി. ഇപ്പോൾ ആ കാണിച്ച കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്, ലിവറിനെ സംബന്ധിച്ച്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു ഷോക്ക് ന്യൂസ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ആദ്യത്തെ ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ഒരു ന്യൂസ് കേൾക്കും എന്ന് വിചാരിച്ചാണ് പോയത്. വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞതിന് ശേഷം കുറേ അധികം കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നു മുതൽ വണക്കമാസം തുടങ്ങുകയല്ലേ. വണക്കമാസം എല്ലാ ദിവസവും വായിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അമ്മ സന്ദേശമായിട്ട് തരികയാണ്, പണ്ടത്തെ വണക്കമാസ പുസ്തകത്തിലെ വണക്കമാസം വായിച്ച് യൂട്യൂബിൽ പറയണമെന്നാണ് പറയുന്നത്. അത് മെസ്സേജ് കിട്ടിയതിന് ശേഷം എന്നെ കുറച്ച് പേര് വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പുസ്തകമില്ല ചേച്ചി, ശരിക്കുള്ളത് പണ്ടത്തെ ചേച്ചി പറയുന്ന പുസ്തകമൊന്നുമില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ വണക്കമാസ പുസ്തകം പണ്ട് ചാവറ പിതാവ് രചിച്ചുണ്ടാക്കിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ വായിക്കാം, പുസ്തകം അങ്ങനെ തന്നെ വായിക്കാം ഓരോ ദിവസവും. ഇത് മുഴുവനാക്കാൻ എനിക്ക് സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കണേ ഞാൻ. അപ്പോൾ പുസ്തകമില്ലാത്തവർക്കും ഈ പണ്ടത്തെ പുസ്തകമില്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ പണിയെടുക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഈ ഓഡിയോ ഓൺ ചെയ്താൽ നമുക്ക് ഓരോ ദിവസവും വണക്കമാസം ചെയ്യാം. പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ മാസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ധാരാളം കരുണക്കൊന്ത ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിനും പാപങ്ങൾക്ക് പരിഹാരമായിട്ടും ഈ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് കരുണക്കൊന്ത ചൊല്ലണം എന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ മെയ് മാസം പ്രത്യേകിച്ചും, അതുപോലെ തന്നെ 2-3 മാസങ്ങളിൽ നമ്മൾ ധാരാളം കരുണക്കൊന്ത ചെല്ലേണ്ട ആവശ്യങ്ങളുണ്ട്. ഈ ലോകത്തിന് വേണ്ടി, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി. അടുത്ത കാര്യം, മെയ് മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ടത് അതാത് ദിവസത്തെ സൽക്രിയകൾ ചെയ്യണം. അതാത് ദിവസത്തെ സുകൃത ജപങ്ങൾ ഒരു കൊന്ത പോലെ ചൊല്ലിയാൽ നല്ലത്. അതുപോലെ ഈ മാസം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയും പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനയും കൂടുതലായി ചൊല്ലി കാഴ്ചവെക്കാം. സാധിക്കുന്നവരിതെല്ലാം എഴുതി വെച്ചോ. മെയ് 31-ാം തീയതി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പൂവ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പ്രാർത്ഥനകൾ നമുക്ക് പൂക്കളായി കൊടുക്കാം. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന, പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന, സുകൃത ജപം, പിന്നെ ഓരോ ദിവസത്തെയും സൽക്രിയകൾ മുടക്കം കൂടാതെ നമുക്ക് ചെയ്യാം.
അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈ മെയ് മാസ വണക്കമാസം തുടങ്ങി അവസാനിപ്പിക്കാം. അപ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് ഒരു അനുഗ്രഹം തരും. 40 ദിവസം ഈശോ നമ്മുടെ ഒപ്പം നടക്കുന്ന ദിവസങ്ങളാണ്. ഒപ്പം നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചെവിയിൽ വന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. പലർക്കും പല അനുഭവങ്ങൾ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. ഈശോ നമ്മുടെ കൂടെയാണ്. പ്രിയ കൂട്ടുകാരെ, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു കൂട്ടുകാരിയെപ്പോലെ, നമ്മുടെ അമ്മയെപ്പോലെ, നമ്മുടെ സഹോദരനെ പോലെ, നമ്മുടെ അപ്പനെ പോലെ ഈശോ പല റോളുകളെടുത്ത് നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാസം വണക്കമാസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും മുടക്കം കൂടാതെ ചൊല്ലാൻ മാതാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് 1-ാം തീയതിയിലെ പ്രാർത്ഥനകൾ വണക്കമാസം ഞാൻ വായിക്കാൻ പോവുകയാണ്. 1-ാം തീയതി പരിശുദ്ധ മറിയത്തെ സർവേശ്വരൻ തിരഞ്ഞെടുത്തതിന്മേൽ. 1-ാമത് പരിശുദ്ധ കന്യകാമറിയം ഉന്നത പ്രതാപത്തിനായും. 2-ാമത് പൂർണ്ണ പരിശുദ്ധതയ്ക്കായും. 3-ാമത് ഉയർന്ന മഹിമയ്ക്കായും നിയമിക്കപ്പെട്ടവളായിരിക്കുന്നു. ആദ്യം, പിതാവായ സർവേശ്വരൻ തൻ്റെ തിരുക്കുമാരൻ മനുഷ്യാവതാരം മൂലം ലോകത്തെ രക്ഷിക്കണമെന്ന് നിശ്ചയിക്കുകയും ആ തിരുക്കുമാരന് മാതാവായിരിക്കാൻ തക്കവണ്ണം മറ്റു സ്ത്രീകളെ തിരഞ്ഞെടുക്കാതെ പരിശുദ്ധ കന്യകാമറിയത്തെ ആദിയിൽ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പരലോകത്തിൽ മാലാഖമാരും ഭൂലോകത്തിൽ മനുഷ്യരും പ്രാപിച്ചിരിക്കുന്ന മഹിമയും പ്രതാപവും ആ നാഥയുടെ മഹിമയ്ക്കും പ്രതാപത്തിനും മുമ്പാകെ ഒന്നുമില്ലാത്തതുപോലെയാണ്. പരിശുദ്ധ കന്യകാമറിയം സർവേശ്വരൻ്റെ തിരുക്കുമാരന് മാതാവായതുകൊണ്ടും സൃഷ്ടിക്കപ്പെട്ട സകല വസ്തുക്കളെയേക്കാൾ ഉന്നതയും ദൈവദൂതന്മാരുടെ രാജ്ഞിയും ക്രിസ്ത്യാനികൾക്ക് അമ്മയും മനുഷ്യരുടെ മധ്യസ്ഥയുമായിരിക്കുന്നതുകൊണ്ടും അന്തമില്ലാത്ത പ്രതാപവതിയായിരിക്കുന്നു. ഏറ്റവും സ്നേഹിപ്പാൻ തക്ക നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം പ്രാപിച്ചിരിക്കുന്ന പ്രതാപത്തെക്കുറിച്ചും താൻ പാപികൾക്ക് വേണ്ടി ദൈവത്തിൻ പക്കൽ നിന്ന് അതിൻവണ്ണമുള്ള മഹിമയെ കൈക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടാടി ആ രാജ്ഞിയുടെ തൃപ്പാദത്തിങ്കൽ സാഷ്ടാംഗം വീണ് തൻ്റെ മഹിമയ്ക്ക് തക്ക വണക്കവും നമസ്കാരവും ചെയ്യേണ്ടിയിരിക്കുന്നു. 2-ാമത്, ദൈവകുമാരൻ്റെ അമ്മയും സ്ത്രീജനങ്ങളിൽ വെച്ച് ആശീർവദിക്കപ്പെട്ടവളും ദൈവത്തിന് ആലയവുമായ പരിശുദ്ധ കന്യകാമറിയം പുണ്യത്താൽ എന്തുമാത്രം അലങ്കൃതയായിരിക്കുന്നുവെന്ന് പറഞ്ഞറിയിക്കാനോ നിരൂപിക്കാൻ പോലുമോ അസാധ്യം. ആ അമ്മയിൽ ഒരു അല്പപാപമെങ്കിലും അല്പക്കുറവെങ്കിലും ഇല്ല. പ്രത്യുത സകല പുണ്യങ്ങളുടെയും വിളനിലമാകുന്നു. അത്രയുമല്ല, അവർണ്ണനീയങ്ങളായ വരപ്രസാദങ്ങളാൽ ശോഭിതയുമാണ്. ദൈവത്തിൽ നിന്നും ദൈവദൂതന്മാർക്കും മനുഷ്യർക്കും ലഭിച്ചിരിക്കുന്ന എല്ലാ വരപ്രസാദങ്ങളെയുംക്കാൾ അധികമായ വരപ്രസാദ ദാനങ്ങളെ പൂർണ്ണമാവണ്ണം പ്രാപിച്ച് ദൈവസഹായ നിമിത്തം എണ്ണമില്ലാത്ത ഭാഗ്യങ്ങളാൽ അലങ്കൃതയായി പൂർവത്തിലും ഭവിഷ്യൽക്കാലത്തിലും എപ്പോഴും ഉപമയില്ലാത്തവളായി മറിയം പരിലസിക്കുന്നു. ആകയാൽ സർവേശ്വരൻ ദിവ്യമാതാവിന് കൊടുത്തിരിക്കുന്ന വരങ്ങളിൽ ഏതെങ്കിലും നമുക്ക് താൻ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം പരിശുദ്ധരായിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധ കന്യകാമറിയം കാണിച്ചു തന്നിരിക്കുന്ന പുണ്യമാതൃകകളെ കഴിയും വണ്ണം കണ്ട് ഗ്രഹിച്ച് ആ നാഥയെ അനുഗമിക്കാൻ പരിശ്രമിക്കേണ്ടതല്ലയോ? 3-ാമത്, സൃഷ്ടിക്കപ്പെട്ട വസ്തുവിന് മോക്ഷത്തിൽ എന്തുമാത്രം ഉന്നത മഹിമ പ്രാപിക്കാൻ വശമുണ്ടോ അത്രയ്ക്കും മഹിമ പരിശുദ്ധ കന്യകാമറിയം പ്രാപിച്ചിരിക്കുന്നു. മോക്ഷരാജ്യത്തിൽ തൻ്റെ തിരുക്കുമാരനായ ഈശോ മിശിഹായുടെ വലതുഭാഗത്ത് പുണ്യവാന്മാരെക്കാളും സകല ദൈവദൂതന്മാരെക്കാളും ഉയർന്ന സിംഹാസനത്തിലിരുന്നു കൊണ്ട് എത്രയും പ്രതാപമുള്ള രാജ്ഞിയായിട്ട് ദൈവമാതാവ് പ്രകാശിക്കുന്നതിനെ സകല മോക്ഷവാസികളും കണ്ട് സന്തോഷിക്കുന്നു. സർവേശ്വരനൊഴികെ മറ്റുള്ള സകലരും ആ നാഥയ്ക്ക് കീഴുള്ളവരായി മോക്ഷവാസികളെല്ലാവരും സദാ തൻ്റെ ആജ്ഞയെ അനുവർത്തിക്കുകയും സകലരും നരകത്തിലുള്ള പാപമാത്മാക്കൾ കൂടെയും തൻ്റെ തിരുനാമം കേൾക്കുമ്പോൾ എത്രയും ആചാരപൂർവ്വം ദണ്ഡനമസ്കാരം ചെയ്യുകയും ചെയ്യുന്നു. ഇത്ര ഉന്നതമായ മഹിമയെ പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ അമ്മയെ സ്തുതിച്ച് ഈ നാഥയുടെ സങ്കേതം പ്രാപിക്കുന്നതിന് യോഗ്യരാകുവാൻ തക്കവണ്ണം നാം കഴിയുന്നതും പ്രയാസപ്പെടേണ്ടതാണ്. മോക്ഷത്തിൻ്റെ രാജ്ഞി തൻ്റെ തിരുക്കുമാരൻ്റെ പക്കൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടവന്നാൽ
നാം എത്രയോ സഹായം പ്രാപിക്കും. അതുകൊണ്ട് എത്രയും എളിമയോടുകൂടി നാം മാതാവിനെ വണങ്ങി ഈ രാജ്ഞിയോട് നല്ല ആശയോടും ജാഗ്രതയോടും കൂടി പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി അവിടുന്ന് അപേക്ഷിക്കുമെന്നതിൽ തെല്ലും സംശയമില്ല. ദൃഷ്ടാന്തം: പുണ്യാത്മാക്കളെല്ലാവരും പരിശുദ്ധ മാതാവിനെ അത്യധികമായ ഭക്തിയോടുകൂടി അത്രേ വണങ്ങിയിരുന്നത്. മാത്രമല്ല, ഈ പരമനായികയ്ക്ക് തക്ക വണക്കത്തെ എങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇവരിൽ ചില പുണ്യാത്മാക്കളെക്കുറിച്ച് മാത്രം ഇവിടെ വിസ്തരിച്ച് പറയാം. വിശുദ്ധ ലൂയിസ് രാജാവിന് ജനനത്തിൽ തന്നെ ദൈവമാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയുണ്ടായി. ഈ രാജ്ഞിയുടെ വിശേഷ സഹായത്താൽ എല്ലാ വക പുണ്യങ്ങളെയും ചെയ്തുകൊണ്ടും പാരത്രിക കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ടും മരണം വരെ ഒരു ചാവദോഷമെങ്കിലും ചെയ്യാതെയാണ് ഇദ്ദേഹം ജീവിച്ചത്. മഹാരാജാവായിരുന്നുവെങ്കിലും ദൈവമാതാവിനെക്കുറിച്ച് ശനിയാഴ്ച തോറും തൻ്റെ രാജധാനിയിൽ അനേകം അഗതികളെ വരുത്തി അവരുടെ കാലുകൾ കഴുകി സ്വന്തം കൈകൊണ്ട് തന്നെ തുടച്ച് അവർക്ക് തന്നെത്താൻ ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. ഒടുവിൽ വേണ്ട ദാനവും നൽകിയാണ് അവരെ അയച്ചിരുന്നത്. ദൈവമാതാവിനോടുള്ള സ്നേഹനിമിത്തം തനിക്കൊരു ശനിയാഴ്ച ദിവസം മരിപ്പാൻ സംഗതി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതിനാൽ അതിൻവണ്ണം തന്നെ ആ ദിവസത്തിൽ രാജാവ് ഏറ്റവും സന്തോഷത്തോടെ ഭാഗ്യമരണം പ്രാപിച്ച് മോക്ഷരാജ്യത്തിൽ ചേരുകയും ചെയ്തു. വിശുദ്ധ ശെവരിയാർ തൻ്റെ ജീവിതകാലമൊക്കെയും അധികം പ്രിയത്തോടുകൂടി ദൈവജനനിയെ വണങ്ങിക്കൊണ്ട് സത്യവേദം എല്ലായിടത്തും പ്രബലപ്പെടുത്തുവാനായി ചെയ്ത നാനാ പ്രയത്നങ്ങളിൽ ഇടവിടാതെ ഈ നായികയുടെ അനുഗ്രഹത്തെ അപേക്ഷിച്ചു കൊണ്ടുവന്നിരുന്നു. താൻ മാനസാന്തരപ്പെടുത്തുന്ന ജനങ്ങളെല്ലാവരും ആ നാഥയോട് ഭക്തിയായിരിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുമിരുന്നു. ഒടുവിൽ ഈ മഹാപുണ്യാത്മാവ് മരിക്കാറായപ്പോൾ ഉജ്ജ്വല ഭക്തിയോടുകൂടി ദൈവം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെ മാതാവിനെ നോക്കി, നീ എനിക്ക് മാതാവായിരിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ചൊല്ലിക്കൊണ്ട് മരണം പ്രാപിച്ചു. വിശുദ്ധ ത്രേസ്യ ചെറുപ്പം മുതൽക്കേ തന്നെ മുഴുവനും ദിവ്യമാതാവിനെ ഭരമേൽപ്പിച്ചതു കൂടാതെ തൻ്റെ സ്നേഹത്തെ കാണിപ്പാൻ തക്കവണ്ണം സ്വഭവനത്തിൽ ഒരു ചെറിയ പീഠമുണ്ടാക്കി അതിൽ ദൈവമാതാവിൻ്റെ പടം സ്ഥാപിച്ചുകൊണ്ട് കൂടെ ആ നാഥയെ വണങ്ങി വന്ദിക്കുകയും പുഷ്പങ്ങളെയും കനികളെയും മറ്റു കാഴ്ചകളെയും സമർപ്പിക്കുകയും ചെയ്തു വന്നിരുന്നു. ഈ പുണ്യവതിക്ക് 12 വയസ്സുള്ളപ്പോൾ തൻ്റെ അമ്മ മരിച്ചു. ഉടനെ ദൈവമാതാവിൻ്റെ പടത്തിൻ്റെ അടുക്കൽ ചെന്ന് ആ പരമരാജ്ഞിയെ തനിക്ക് അമ്മയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ ആ മാതാവും ഈ പുണ്യവതിയെ മകളായി സ്വീകരിച്ചു. പരിപാലിച്ചുകൊണ്ട് അനേക വരങ്ങൾ ഈ പുണ്യവതിക്ക് നൽകുകയും ഏറ്റവും ദയോടുകൂടെ കാത്തു സഹായിച്ചു വരികയും ചെയ്തു. ദരിദ്രയായിരുന്ന ഒരിടയ സ്ത്രീ പരിശുദ്ധ കന്യകയോടുള്ള അത്യധികമായ സ്നേഹവും ഭക്തിയും കാരണത്താൽ ഒരു മലയുടെ മുകളിൽ പരമനായികയെക്കുറിച്ച് പണിയിച്ചിരുന്ന ഒരു ചെറിയ പള്ളിയിൽ പലപ്പോഴും പോയി പ്രാർത്ഥിച്ചു വരിക പതിവായിരുന്നു. ഒരിക്കൽ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തിന് ഒരു നല്ല അങ്കിയില്ലെന്ന് കണ്ട് സങ്കടപ്പെട്ട് തന്നാൽ കഴിയുവണ്ണമുള്ള ചെലവ് ചെയ്ത് ഒരു നല്ല വസ്ത്രം വാങ്ങി സമർപ്പിച്ചു. മറ്റൊരു ദിവസം കാട്ടിൽ നിന്നും പറിച്ചെടുത്ത പുഷ്പങ്ങൾ കൊണ്ട് ഒരു മുടി കെട്ടിയുണ്ടാക്കി അതിനെ തിരുസ്വരൂപത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട്, എൻ്റെ അമ്മേ, രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു പൊന്മുടി അങ്ങേ ശിരസിൽ വയ്ക്കുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മഹാദരിദ്രയാകയാൽ ഈ പുഷ്പമുടി മാത്രമേ തരുന്നതിന് എനിക്ക് ശക്തിയുള്ളൂ. ഇതിനെ എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ കാണിക്ക പരിശുദ്ധ മാതാവിന് ഏറ്റവും പ്രിയമായി. അതുകൊണ്ട് ആ ഇടയ സ്ത്രീക്ക് അനേക ഉപകാരങ്ങൾ ഈ മാതാവ് ചെയ്തുവെന്ന് മാത്രമല്ല, അവളുടെ മരണസമയം ഈ നാഥ പ്രത്യക്ഷയായി അവളുടെ തലയിൽ ഒരു മുടി വെച്ച് അവളുടെ ആത്മാവിനെ തന്നോടുകൂടെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്രിസ്ത്യാനികളെ, നിങ്ങളും ഏതേത് സ്ഥലങ്ങളിലായിരുന്നാലും ഈ ഉത്തമ രാജ്ഞിയെ നിങ്ങൾക്ക് മാതാവായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് നാൾതോറും ജപത്തിലെങ്കിലും മറ്റ് ധർമ്മപ്രവൃത്തികളാലെങ്കിലും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരടയാളം കാണിക്കണം. ഈ മാതാവ് തൻ്റെ ഭക്തന്മാരെ കൈവിട്ട് അവർ നരകത്തിൽ വീഴാൻ ഒരിക്കലും ഇടവരുത്തുകയില്ല. ജപം. ഈശോ കർത്താവിൻ്റെ ദിവ്യമാതാവെ, അനേക ജനങ്ങൾ മോക്ഷഭാഗ്യം പ്രാപിക്കാതെ തങ്ങളുടെ പാപം ഹേതുവായിട്ട് നരകത്തിൽ വീണു പോകുമെന്നുള്ളത് വിചാരിക്കുമ്പോൾ ഞാൻ എത്രയും ഭയന്നും ഞെടുങ്ങുന്നു. എങ്കിലും വേദശാസ്ത്രികൾ എഴുതിയിരിക്കുന്ന പോലെ അങ്ങേ നേരെയുള്ള ഭക്തിയും സ്നേഹവും മോക്ഷത്തിൽ ചേരുന്നതിന് നിശ്ചയമുള്ളൊരടയാളമായിരിക്കിയാൽ ഞാൻ ആശ്വസിച്ച് സന്തോഷിക്കുന്നു. എൻ്റെ മാധുര്യമുള്ള മാതാവെ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു എന്നും നിന്നെ സ്നേഹിക്കുന്നുവെന്നും എന്നാൽ കഴിയും വണ്ണം എല്ലാ പ്രകാരവും നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്നും നീ അറിഞ്ഞിരിക്കുന്നതിനാൽ എൻ്റെ മരണപര്യന്തം നീ എനിക്ക്
സഹായമായിരിക്കുമെന്നും നിൻ്റെ സഹായത്താൽ സർവേശ്വരൻ എന്നെ തിരഞ്ഞെടുത്ത് ഒടുവിൽ നിത്യാനന്ദ ഭാഗ്യം അനുഭവിപ്പിക്കുമെന്നും ഉറപ്പായി വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ ബലഹീനതയും അസ്ഥിരതയും അങ്ങ് അറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ അമ്മേ, ഞാൻ നിന്നിൽ വെച്ചിരിക്കുന്ന ഭക്തിയും ആശയും ഒരിക്കലും കുറയാതെ മരണപര്യന്തം നിലനിന്ന് ഇടവിടാതെ നിന്നെ വണങ്ങി സ്നേഹിച്ച് മോക്ഷത്തിൽ ചേർന്ന് നിന്നോടുകൂടെ സദാ വാഴുവാൻ തക്കവണ്ണം എനിക്ക് നീ സഹായം ചെയ്യണമേ. ആമേൻ. ഈശോ, എത്രയും ദയുള്ള മാതാവി, അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം അപേക്ഷിച്ച് അങ്ങേ മാധ്യസ്ഥ വീഴ്ചയിൽ ഒരുവിനെങ്കിലും ഉപേക്ഷിച്ച ലോകത്തിൽ കേട്ടിട്ട് നോക്കണമേ. കന്യാവൃതക്കാരുടെ രാജ്ഞി, ദയുള്ള മാതാവി, വിശ്വാസത്തിൽ ചെന്നപ്പെട്ട് നിന്റെ തൃപ്പാദത്തെ കഞ്ഞണയുന്നു വിലപിച്ച് കണ്ണീർ ചിന്തി പാപിയായി ഞാൻ നെടുവീർപ്പോടും കണ്ണീടും കൊണ്ട് അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധി നിൽക്കുന്നു. ആദരിച്ചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറിയണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ചൊല്ലണം. അതിനുശേഷം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലണം. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സുകൂടെ ദണ്ഡ നമസ്കാരമായി വീണെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കമ്പാറത്തെ എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷയിലൊക്കെ നടത്താവശ്യം ഷേയുടെ തിരുമത്തെക്കുറിച്ച് എനിക്ക് തന്നല്ലണമേ. ആമേൻ. രാജകന്യകയെ, മനോഗുണത്തിൻ്റെ അമ്മയെ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ, നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്ന് കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവേർപ്പെടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റുഹാദുകുദാശയുടെ അനുഗ്രഹത്താലെ നിൻ്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനയൊക്കെ ഞങ്ങളുടെ കർത്താവ് ശംശിയായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിടണമേ. ആമേൻ. ഈശോ, പരിശുദ്ധ ദൈവമാതാവിനുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുക. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥന. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 5 അപേക്ഷകൾക്ക് ശേഷവും ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലണം. ഇന്നത്തെ സുഹൃജപം. പരിശുദ്ധ കന്യകേ, എൻ്റെ മാതാവേ, എൻ്റെ നാഥേ, എനിക്ക് നീ സഹായമായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ദൈവമാതാവിൻ്റെ പീഠത്തിൽ പുഷ്പങ്ങൾ ചാർത്തണം. പ്രിയ കൂട്ടുകാരെ, ചാവറ പിതാവിൻ്റെ കാലത്തുള്ള ഈ വണക്കമാസം നമുക്കതേ ഭാഷയിൽ വായിച്ച് പരിശുദ്ധ അമ്മയുടെ വണക്കമാസ ദിവസങ്ങളിലൂടെ സഞ്ചരിക്കാം. ഓരോ ദിവസത്തെയും സൽക്രിയ നമുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോ ദിവസത്തെയും സുഹൃജപവും ചൊല്ലണം. എത്രയും ദളമാതാവേ, പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഈ മാസം ചൊല്ലി അമ്മയ്ക്ക് കാഴ്ചവെക്കാം. നമ്മുടെ നിയോഗം ലോകത്തിന് വരാൻ പോകുന്ന മഹാവിപത്തുകളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുവാൻ, എത്രയും പെട്ടെന്ന് സകല മനുഷ്യർക്കും മാനസാന്തരം വരാൻ, ലോകപാപത്തിൻ്റെ പരിഹാരമായിട്ട് ഈ പ്രാർത്ഥനകൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് കാഴ്ചവെക്കാം.
നല്ല മാതാവേ മാരിയേ, നിർമ്മല യൗസേപ്പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ.